കൊല്ലം ജില്ലയുടെ പ്രകൃതി രമണീയമായ കിഴക്കൻ കാർഷിക മേഖലയുടെ ഐശ്വര്യവും പച്ചപ്പും പരമാവധി ഒത്തുചേർന്ന സ്ഥലമാണ് അഞ്ചലിലെ കോട്ടുക്കൽ കൃഷി ഫാം. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 5 കൃഷി ഫാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലം ജില്ലയുടെ കൃഷിത്തോട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടുക്കലിലെ ഈ കൃഷി ഫാം. ഏകദേശം 350 ഏക്കറിലോളം നീണ്ടു പരന്ന് ആരെയും ആകർഷിക്കും വിധം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന കൃഷിത്തോട്ടം ചക്കയും മാങ്ങയും മറ്റ് പഴവർഗ്ഗങ്ങളും വിവിധയിനം പച്ചക്കറികളും വിവിധയിനം വാഴകളും കിഴങ്ങുവർഗ്ഗങ്ങളും നഴ്സറിയും ഗ്രാഫ്റ്റ് തൈകളും ടിഷ്യൂ കൾച്ചർ വാഴകളും എല്ലാം കോട്ടുക്കൽ കൃഷി ഫാമിന്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായി ഫാമിൻ്റെ പ്രവർത്തനക്ഷമത പരമാവധി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2013-14 സാമ്പത്തിക വർഷം തന്നെ ഏകദേശം 5 ലക്ഷത്തോളം വേര് പിടിച്ച കുരുമുളക് വള്ളികൾ, 35,000 തെങ്ങിൻ തൈകൾ, അതുപോലെ തന്നെ 2 ലക്ഷത്തോളം ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ, പിന്നെ അതുപോലെ തന്നെ അഞ്ചൽ ജില്ലാ ഫാമിൻ്റെ മാത്രം ഉൽപ്പന്നങ്ങളായ സ്യൂഡോമോണാസ് എന്ന മിത്ര കുമിനാശിനി, അതുപോലെ തന്നെ ഫെറോമോൺ ട്രാപ്പ് എന്ന കായ്ച്ചക്കണി എന്നിവയെല്ലാം കർഷകർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഫാമിൻ്റെ മൊത്ത വരുമാനം ഏകദേശം 110 ലക്ഷം രൂപയായിരുന്നു. ഈ സാമ്പത്തിക വർഷം നമ്മുടെ റെസീറ്റായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നു. 1 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഒരു ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പ്രദർശനത്തോട്ടം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം അർബൻ ക്ലസ്റ്ററുകൾ അടങ്ങിയ പോട്ടിംഗ് മിശ്രിതം നിറച്ച 20,000 ഗ്രോ ബാഗുകൾ, വിവിധ ഇനം പച്ചക്കറികളുടെ 40,000 തൈകൾ എന്നിവ തയ്യാറാക്കി കൃഷിഭവനിലൂടെ ഇതിനകം തന്നെ 800 ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. കർഷകരെ അലട്ടുന്ന വലിയ ഒരു പ്രശ്നമാണ് മാവ്, പേര തുടങ്ങിയ പഴവർഗ്ഗങ്ങളെയും പാവൽ, പടവലം, കോവൽ, വെള്ളരി തുടങ്ങിയ പച്ചക്കറികളെയും നശിപ്പിക്കുന്ന കായീച്ചകളുടെ ശല്യം. നമ്മുടെ വിളകളിൽ 30% കർഷകന് നഷ്ടമാക്കുന്നത് ഈ കായീച്ചകളാണ്. അങ്ങനെയുള്ള ഈ കായീച്ചകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള പ്രകൃതിദത്ത മാർഗമായ ഫെറമോൺ കെണി കോട്ടുക്കൽ കൃഷിഫാമിൽ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ആൺ കായീച്ചകളെ ആകർഷിക്കാൻ വേണ്ടി പെണ്ണീച്ച ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫെറമോൺ. മീഥൈൽ യൂജിനോൾ എന്ന രാസപദാർത്ഥം വ്യാവസായികമായി ഉൽപ്പാദിപ്പിച്ചിട്ട് ഈഥൈൽ ആൽക്കഹോൾ, മാലത്തിയോൺ കീടനാശിനി എന്നിവയുമായി ഒരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ച് കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയ കഷണത്തിൽ മുക്കിയെടുത്ത് സുഷിരങ്ങളുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ നിക്ഷേപിച്ചിട്ട് ആ കുപ്പി കൃഷിയിടങ്ങളിൽ കെട്ടിത്തൂക്കി
ആണീച്ചകളെ കുപ്പിയിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ കുപ്പിയിലെ വിഷം നുണഞ്ഞ് കായീച്ചകൾ ചാകുന്നു. ഇതുപോലെ പെൺകായീച്ചകളെ പഴക്കെണി വഴി നശിപ്പിക്കാവുന്നതാണ്. പഴക്കെണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 20 ഗ്രാം പാളയംകോടൻ പഴം, 10 ഗ്രാം ശർക്കര, 0.2 മില്ലി ലിറ്റർ മാലത്തിയോൺ എന്നിവ ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി സുഷിരമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വച്ച് ആ കുപ്പി പച്ചക്കറിപ്പന്തലിൽ കെട്ടിയിടുകയും മാങ്കൊമ്പുകളിൽ തൂക്കിയിടുകയും ചെയ്താൽ പെൺകായീച്ചകളെയും നശിപ്പിച്ച് കർഷകന് കേടില്ലാത്ത പച്ചക്കറികളും മാമ്പഴങ്ങളും ലഭ്യമാക്കാവുന്നതാണ്. ഇത്തരം കായീച്ചക്കെണികൾ കോട്ടുക്കൽ കൃഷിഫാമിൽ നിന്ന് 90 രൂപ നിരക്കിൽ കർഷകന് ലഭ്യമാകുന്നതാണ്. ഇത് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്ന് പറഞ്ഞ ഒരു മിത്ര ബാക്ടീരിയയാണ്. അതായത് നമുക്ക് ചെടികളെ ആക്രമിക്കുന്ന രോഗങ്ങളുണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അതുകൊണ്ടാണ് ഇതിന് മിത്ര ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ഈ ഫാമിൽ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടുള്ള സ്ഥാപനത്തിൻ്റെ സാങ്കേതിക സഹായത്തോടുകൂടിയാണ് നമുക്ക് ഈ സ്യൂഡോമോണാസ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏകദേശം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചുവട്ടിൽ ഒഴിക്കുകയും അതുപോലെ പ്ലാന്റിൽ അടിക്കുകയും ചെയ്യുകയാണ് സാധനം ചെയ്യുന്നത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഞ്ചി, പച്ചക്കറികൾ തുടങ്ങിയ വിളകൾക്കെല്ലാം അത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഓർഗാനിക്കായിട്ടുള്ള കൃഷി ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ടാൽക്കിലാണ് നമ്മൾ ഈ സ്യൂഡോമോണാസ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിട്ട് ടാൽക്കിലാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. സാധാരണ ഗുണമേന്മയുള്ള ഒരു സ്യൂഡോമോണാസ് 6 മാസത്തിൽ കൂടുതൽ അതിൻ്റെ ഒരു ലൈഫ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ഇതിനകത്തുള്ള ബാക്ടീരിയയുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരും. അപ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഡേറ്റിന് ശേഷം 6 മാസത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന് ശരിയായിട്ടുള്ളൊരു ഫലം കിട്ടുകയുള്ളൂ. കേരളത്തിലെ പ്രധാന വിളകളായ നെല്ല്, തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി വിളകൾ, കുരുമുളക്, ഇഞ്ചി, ഏലം, വെറ്റില എന്നിവയെ ബാധിക്കുന്ന ബാക്ടീരിയൽ രോഗങ്ങളായ നെല്ലിൻ്റെ പോളരോഗം, ഇലകരിയൽ, പോളയഴുകൽ, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, ഏലത്തിൻ്റെ അഴുകൽ രോഗം എന്നിവയ്ക്കെതിരെയും പച്ചക്കറി വിളകളെയും ഉദ്യാന സസ്യങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങളായ ഇലപ്പുള്ളി, വാട്ടരോഗം എന്നിവയ്ക്കെതിരെയും സ്യൂഡോമോണാസ് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 10 ടണ്ണോളം സ്യൂഡോമോണാസും 5000-ലേറെ കായീച്ചക്കെണികളും കോട്ടുക്കൽ കൃഷിഫാമിൽ നിന്ന് ഇതിനകം കർഷകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് 10 ഏക്കർ സ്ഥലം ഞങ്ങൾ നവീകരിച്ചെടുത്തുകൊണ്ട് കദളി വനം എന്ന നിലയിലൊരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് തന്നെ ഫണ്ട് മുടക്കി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 3 വർഷത്തിനകം വിഷരഹിതമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നമ്മുടെ ജില്ലയിലെയും കേരളത്തിലെയും ആളുകൾക്ക് ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ 16 ഇനങ്ങളിൽപ്പെട്ട തൈകളാണ് ഇപ്പോൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ കാത്തു സംരക്ഷിച്ചു വരികയാണ്. റംബൂട്ടാൻ, ഫിലോസാൻ, മാംഗോസ്റ്റിൻ, ദുരിയാൻ എന്നിവ ഉൾപ്പെടെ വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ 1200 തൈകൾ ഈ കദളീവനത്തിൽ നട്ടിട്ടുണ്ട്. നേന്ത്രൻ, പാളയംകോടൻ, റോബസ്റ്റ, ഞാലിപ്പൂവൻ എന്നീ വാഴകളുടെ 10,000 തൈകൾ, വിവിധ കുറിയ ഇനം തെങ്ങുകൾ എന്നിവയും
ഫാമിൽ തയ്യാറായി വരുന്നു. 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ വിവിധയിനം പഴവർഗ്ഗങ്ങൾ കോട്ടുക്കൽ ഫാമിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഇവിടെ ഒരു ഫാം സൂപ്രണ്ട്, 2 കൃഷി ഓഫീസർമാർ, 3 കൃഷി അസിസ്റ്റന്റുമാർ തുടങ്ങിയവരാണ് ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. 140ഓളം തൊഴിലാളികൾ പ്രവർത്തിച്ചു വരുന്ന ഈ ഫാം വർഷങ്ങളായി കൃഷി വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 1 കോടിയിൽ പരം രൂപ വരുമാനം കഴിഞ്ഞ ഒരു വർഷം നമുക്കിവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ടിഷ്യൂ കൾച്ചർ ലാബ്, കോശ വളർത്തലിലൂടെ വാഴത്തൈകൾ വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റ്, ബയോടെക്നോളജി യൂണിറ്റും കൂടി ഏതാണ്ട് 5 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 ലക്ഷത്തോളം അത്യുൽപാദന ശേഷിയുള്ള വാഴകളുടെ, നേന്ത്രൻ വാഴ, പാളയംകോടൻ, ഞാലിപ്പൂവൻ, ഇവയാണ് പ്രധാനമായിട്ടും നമ്മൾ ടിഷ്യൂ കൾച്ചറിലൂടെ വിതരണം ചെയ്യുന്നത്. കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കന്നുകൾ ലാബിൽ കൊണ്ടുവന്ന് അതിൽ നിന്നും മുകുളങ്ങൾ, കോശങ്ങൾ അടർത്തിയെടുത്തിട്ടാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. ഒരു കോശത്തിൽ നിന്നും ഏതാണ്ട് 500ഓളം തൈകൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ ജിയോമെട്രിക് പ്രോഗ്രഷനിലൂടെ നമുക്ക് വളരെയധികം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ, കുറഞ്ഞ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേജുകളുള്ള പുസ്തകങ്ങൾ ഒരു കുഞ്ഞു പെൻ ഡ്രൈവിൽ ഒതുക്കുന്ന ഇലക്ട്രോണിക് വിപ്ലവത്തിൻ്റെ കാലത്ത് ജീവിക്കുന്ന നാം ഒരു വാഴക്കന്നിൻ്റെ ചെറിയ ഉള്ളിയോളം വലിപ്പമുള്ള ഒരു തുണ്ടിൽ നിന്ന് ആയിരക്കണക്കിന് വാഴത്തൈകൾ സൃഷ്ടിക്കുന്നതിനും സാക്ഷികളാവുന്നു. ശരാശരിയിൽ കൂടുതൽ വിളവ് തരുന്ന മാതൃവാഴയുടെ കന്നുകളാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിന് ശേഖരിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന തൈകളും മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണമേന്മയും പ്രകടിപ്പിക്കും. ഈ ഫാമിലെ മുഖ്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടിഷ്യൂ കൾച്ചർ, വാഴ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ടിഷ്യൂ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ നമ്മൾ പറയാറുണ്ട്. ഒരു വാഴയുടെ അല്ലെങ്കിൽ ഏത് ഭാഗമാണോ ഒരു ചെടിയുടെ എടുക്കുന്ന ആ ഭാഗത്തിന് പൊതുവെ നമ്മൾ പറയുന്ന എക്സ്പ്ലാന്റ് എന്നാണ്. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിച്ച് ഒന്നിലെ ഒരു വളർന്നു വരുന്ന ഓർഗനാകാം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലാകാം. ആ സെല്ല് നമ്മൾ പൂർണ്ണമായിട്ട് വേറെ ധാരാളം പ്ലാന്റ്സുകളാക്കി മാറ്റിയെടുക്കുന്ന ആ പ്രോസസ്സ് കൺട്രോൾഡ് കണ്ടീഷനിൽ, അതായത് നിയന്ത്രിത കാലാവസ്ഥയിൽ കണ്ടീഷനിൽ നമ്മൾ ധാരാളം പ്ലാന്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുഖ്യമായിട്ട് ചെയ്യുന്നത് വാഴയുടെ ടിഷ്യൂ കൾച്ചർ ഉൽപ്പാദനമാണ്. അപ്പോൾ ഫീൽഡിൽ പോയിട്ട് നമ്മൾ ഏറ്റവും നല്ല ഈൽഡ് തരുന്ന വാഴയുടെ സൂചിക്കണ്ണുകൾ നമ്മൾ ശേഖരിച്ചു കൊണ്ടുവരികയും ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്ത് നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും ചെറിയൊരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ. ഇതാണ് എൻ്റെ മുകുളം, വാഴയുടെ സർക്കസിലുള്ള കണ്ണിലുള്ള മുകുളമാണിത്. ഈ മുകുളമാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇത് ഇത്രയും നമ്മളെടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ടീപ്പോളിലേക്ക് ഇട്ട് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ച് സൈഡിൽ ബാബിഷിൽ നിന്നുള്ള കുമിൾനാശിനിട്ട് ഇത് ഒരു 5-8 മണിക്കൂർ നേരം ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും എടുത്തുകൊണ്ട് ഇതിനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സുകൾ നമ്മുടെ ലാബിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്നുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ ഇതിൽ വെച്ചാണ് നമുക്ക് ഈ മറ്റുള്ള പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. കാരണം അതിലാണെങ്കിൽ മറ്റ് പുറമേ ഉള്ള അണുക്കളൊന്നും അതിൻ്റെ അകത്ത് പ്രവേശിക്കുകയില്ല. കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മറ്റ് കണ്ടാമിനേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലാമിനാർ എയർ ഫ്ലോ ചേംബറിൽ കൊണ്ടുവച്ച് ഇത് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടാമിനേഷൻ ഫ്രീ ആക്കിയിട്ട് നമ്മൾ വളരുന്നതിന് വേണ്ടി ബോട്ടിലാട്ടി വയ്ക്കുകയാണ്.
ഇതാണ് നമുക്ക് ഇത് നോക്കിയാൽ കാണാം. ഇതിൻ്റെ അകത്ത് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുപോലൊരു ചെറിയൊരു പീസ് ഇതിലും കുറച്ചും കൂടെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മീഡിയയ്ക്കകത്ത് വെച്ച് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഇത് വെച്ചിട്ട്, ഒരാഴ്ചയോളം 2 ആഴ്ചയായി ഇത് വെച്ചിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ വളരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ വീണ്ടും നമ്മളിതെടുത്ത് പുറത്ത് വേറെ മീഡിയയിലേക്ക് വയ്ക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ ന്യൂട്രിയൻസ്, അതിൻ്റെ സറൗണ്ടിലുള്ള ന്യൂട്രിയൻസ് എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തത് മാറ്റി അടുത്ത ഇതിലേക്ക് വീണ്ടും ഇത് വളരാൻ തുടങ്ങി. അടുത്ത സ്റ്റേജിൽ വന്നിരിക്കുന്നതാണ്. ഇത് വീണ്ടും വളർന്ന് മൾട്ടിപ്ലൈ ആയി തുടങ്ങും. ഇതിൻ്റെ അകത്ത് ഇനി ചെറിയ മുകുളങ്ങൾ വീണ്ടും ധാരാളം ഉണ്ടായി വരും. അങ്ങനെ ഇത് നോക്കിയാൽ കാണാം, വീണ്ടും മുകുളങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അടുത്ത സ്റ്റേജിൽ വീണ്ടും ധാരാളം പ്ലാന്റുകൾ ഉണ്ടായിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജിൽ വീണ്ടും നമ്മൾ റൂട്ടിങ്ങിന് വേണ്ടി, ഇത് കണ്ട് അറിയാം, റൂട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടായി, വേരെല്ലാം ഉണ്ടായിരിക്കുന്ന പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇപ്പോൾ ഒരു കൺട്രോൾഡ് കണ്ടീഷനിലാണ് നമുക്ക് ഇനി വളർത്തുന്നത്. ഈ കൺട്രോൾഡ് കണ്ടീഷനിൽ നിന്ന് മാറ്റി പുറമേ ഉള്ള കാലാവസ്ഥയിൽ വളരുന്നതിന് വേണ്ടി നമ്മൾ ഹാർഡനിങ്, അല്ലെങ്കിൽ പുതിയ കാലാവസ്ഥയായിട്ട് വളരുന്നതിന് വേണ്ടി നമ്മൾ പ്രൈമറി ഹാർഡനിങ് നടത്തും ഒരു 45 ദിവസം. പിന്നീട് ഇത് സെക്കൻഡറി ഹാർഡനിങ് 45 ദിവസം കഴിയും. അതിനുശേഷം മാത്രമേ നമുക്ക് ഫീൽഡിൽ ഇത് നടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് വളരെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡറി ഹാർഡനിങ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആ പ്ലാന്റാണ് കാണുന്നത്. ഇത് 2-3 വെറൈറ്റി ഉണ്ട്. ഇത് നേന്ത്രൻ വെറൈറ്റിയാണ്. സെക്കൻഡറി ഹാർഡനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതാണെങ്കിൽ കപ്പ വാഴയാണ്. ഇതിപ്പോൾ നടാൻ പരുവത്തിൽ ആയിരിക്കുന്നതാണ്. ഫീൽഡിൽ നമുക്ക് ഇപ്പോൾ നടാൻ റെഡി ആയിരിക്കുന്നതാണ്. ഇതാണ് ഗ്രാൻഡ് നൈൻ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതും ശരിക്കും ഇത് ഫീൽഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒറ്റ വാഴ വരെ പോകാത്ത രീതിയിൽ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ കംപ്ലീറ്റ് ഒരു പ്ലാന്റായിട്ട് പുറത്ത് വരുന്ന ആ പ്രോസസ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നെല്ലാം ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ പൊതുവിൽ ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകാറുള്ളതാണ് ടിഷ്യൂ കൾച്ചർ വാഴയെക്കുറിച്ച്. അതിൻ്റെ മേന്മ എന്താണ്, അത് ചെയ്യുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ടിഷ്യൂ കൾച്ചർ വാഴയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് അതിൻ്റെ അകത്ത് രോഗങ്ങളോ കീടങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ സക്കേഴ്സൊക്കെ എടുത്ത് നമ്മൾ നട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പല കീടങ്ങളുണ്ടാകും, തീർച്ചയായിട്ടും രോഗങ്ങളുള്ള വാഴക്കണ്ണുകളുണ്ടാകും. അത് നമുക്ക് ഫീൽഡിൽ കുറച്ച് നാൾ വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ഇത് മറ്റ് രോഗങ്ങളോ കീടങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു പ്ലാന്റിംഗ് മെറ്റീരിയലാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴ. മണ്ണ് ജീവനുള്ള ഒരു വസ്തുവാണ്. അമൂല്യമായ ഒരു നിധി പോലെ ഈ മണ്ണ് വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. സുസ്ഥിരമായ കൃഷിക്ക് മണ്ണിനെ സംരക്ഷിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. മണ്ണ് നന്നായാൽ മാത്രമേ വിള നന്നാവൂ. വിള നന്നായാൽ മാത്രമേ വിളവ് നന്നാവൂ. വിളവ് നന്നായാൽ മാത്രമേ നാട് നന്നാവൂ. ഈ മഹത്തത്വം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കോട്ടുക്കൽ കൃഷിഫാമിനെ നമുക്ക് മാതൃകയാക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീര ടെക്നീഷ്യൻ തുടർ പരിശീലന പരിപാടി ആരംഭിച്ചു. പൊതുമേഖലയിലെ പ്രഥമ കോഴിത്തീറ്റ ഫാക്ടറി മാളയിൽ. സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നീര ടെക്നീഷ്യന്മാരുടെ തുടർ പരിശീലന പരിപാടി ആരംഭിച്ചു.
നീര കർഷകരെ ക്ഷീരസംഘം മാതൃകയിൽ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് നീര ശേഖരിക്കാനാണ് പദ്ധതി. കേരളത്തിൽ നിന്നും ശേഖരിക്കുന്ന നീര കോർപ്പറേഷന്റെ കോഴിക്കോട് ഏലത്തൂരുള്ള ഫാക്ടറിയിൽ എത്തിക്കും. നവംബർ 1 സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നാളികേര വികസന കോർപ്പറേഷൻ നീര വിപണിയിലെത്തിക്കും. തിരുവല്ല പക്ഷിരോഗനിർണയ ലബോറട്ടറിയിൽ കാലിത്തീറ്റയിലെ പൂപ്പൽ വിഷബാധ നിർണയത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി. സാമ്പിൾ ഒന്നിന് 600 രൂപ നിരക്കിൽ ലാബിൽ നിർണയം നടത്താം. പക്ഷിമൃഗാദികളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയും രോഗബാധിതരായ മൃഗപക്ഷികളിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകളുടെ പരിശോധനയും കേന്ദ്രത്തിൽ നടത്താം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ലാബ് പ്രവർത്തിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 31, നവംബർ 1 തീയതികളിലാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8066405476 9645420575. സംസ്ഥാന പൊതുമേഖലയിലെ പ്രഥമ കോഴിത്തീറ്റ ഫാക്ടറി മാളയിൽ പ്രവർത്തന സജ്ജമായി. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിൽ പെല്ലറ്റ് രൂപത്തിലുള്ള കോഴിത്തീറ്റയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 കിലോഗ്രാം 10 കിലോഗ്രാം വീതമുള്ള പാക്കുകളിലും 50 കിലോഗ്രാമിന്റെ വലിയ ചാക്കുകളിലും തീറ്റ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജിന്റെ പ്ലാൻ പത്തോളജി വിഭാഗത്തിൽ ഒക്ടോബർ 28, 29 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471238842 9446033030. വർക്കല ഓടയം ഹാച്ചറിയിൽ നിന്ന് മികച്ച ഇനം കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങളെ ലഭിക്കും. PCR ടെസ്റ്റിലൂടെ ശേഷി തെളിയിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. വിശദവിവരങ്ങൾ 9447900128 എന്ന ഫോൺ നമ്പറിൽ ലഭിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 16,100 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 14,550 രൂപ, കൊപ്ര കൊച്ചി 9,895 രൂപ, കൊപ്ര കോഴിക്കോട് 10,500 രൂപ, കൊപ്ര തൃശൂർ 9,765 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലം 6,700 രൂപ, മഞ്ഞൾ ഈറോഡ് 7,000 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,450, റബ്ബർ RSS 4 ഗ്രേഡ് 12,550. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,550. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,700 രൂപ, കൊപ്ര 9,895 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 300-നും ഇടയിൽ, ജാതിക്ക തൊണ്ടില്ലാത്തത് 460-നും 500-നും ഇടയിൽ, ജാതിപത്രി 750-നും 800-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,450 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,550 രൂപ, ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോള അവലോകനം. സുഗന്ധവ്യഞ്ജന വിപണിയിൽ അവധി ദിനങ്ങളുടെ ആലസ്യം വിട്ടുമാറിയില്ല. ഉത്തരേന്ത്യൻ ഇടപാടുകാർ തിരിച്ചെത്തുന്നതോടെ വ്യാപാര രംഗം വീണ്ടും സജീവമാവും. ഇടുക്കി, വയനാട് ഭാഗങ്ങളിൽ നിന്നുള്ള കുരുമുളക് നീക്കം കുറവാണ്. ഇഞ്ചി വിളവെടുപ്പ് പുരോഗമിക്കുന്നു. തണുപ്പ് ശക്തമാകുന്നതോടെ ഉത്തരേന്ത്യയിൽ നിന്ന് ചുക്കിന് ആവശ്യക്കാരെത്തും. അതേസമയം ആഭ്യന്തര വിദേശ ഓർഡറുകളുടെ അഭാവം മഞ്ഞളിനെ തളർത്തി. മധ്യ കേരളത്തിൽ നിന്നുള്ള ജാതിക്കയും ജാതിപത്രിയും ഔഷധ നിർമ്മാതാക്കൾ ശേഖരിച്ചു. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം ഏലക്ക കിലോ 858 രൂപയിൽ ലേലം കൊണ്ടു.
തെളിഞ്ഞ കാലാവസ്ഥ റബ്ബർ ടാപ്പിങ്ങിന് അനുകൂല സാഹചര്യം ഒരുക്കിയെങ്കിലും വ്യാവസായിക ഡിമാൻഡ് ഉയർന്നില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.2, 25.1. കൊച്ചി 33, 25. ആലപ്പുഴ 33.3, 24.9. പുനലൂർ 34, 22.2. തിരുവനന്തപുരം 34, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.